കുട്ടിക്ക് കാടക്കോഴിൻ്റെ ചട്ടി ബിരിയാണി ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്നതാ. ശിശുക്കുട്ട, ബിരിയാണി നല്ല ചൂടാണ്. കടകടകടോ സൗണ്ട് ഉണ്ട്, ഉത്സവത്തിന് പൊട്ടണ മാതിരി. ശിശുക്കുട്ട, കാട നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോണത് കാടക്കോഴിയും കൊണ്ടുള്ള ചട്ടി ബിരിയാണിയാണ്. ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ കാട ബിരിയാണി ഉണ്ടാക്കാൻ പോണത്. അതിന് വേണ്ട സാധനങ്ങളാണ് ഈ ഒരു ചട്ടി, പിന്നെ ബസ്മതി അരി 1 കിലോൻ്റെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. 350 ഗ്രാം തക്കാളി, 6 കാട, 200 ഓയില്, 200 തൈര്, ആവശ്യത്തിന് കുറച്ച് നെയ്യ്, പുതിനയില, 1 പൊടി മല്ലിയില, മല്ലിപ്പൊടി, 10 ഗ്രാം മുളക് പൊടി, പട്ട, കറാമ്പു, ഏലക്കായ് 2 എണ്ണം വെച്ചിട്ട്, 75 ഗ്രാം വെളുത്തുള്ളി, 100 ഗ്രാം ഇഞ്ചി, 35 ഗ്രാം ഉപ്പ്, 3 മുളക് 10 ഗ്രാം, 1/2 ടീസ്പൂണ് ബിരിയാണി മസാല, 1 ചെറുനാരങ്ങ, പിന്നെ കാട, തക്കാളി, ക്യാരറ്റ്, ബദറാനാണ് ഇതൊക്കെ. മുകളിൽ ബദറാനുള്ള മല്ലിയില, കസുവണ്ടിപ്പരിപ്പ്, കറുത്ത മുന്തിരി, വെളുത്ത മുന്തിരി, സോയാബീൻ കുതിർത്തത്, കാട, ഇതെല്ലാം ഉപയോഗിച്ച് ഉണ്ടാക്കാം. 450 ഗ്രാം വലിയുള്ളി. ആദ്യം നമുക്ക് ഉള്ളി വറുത്തെടുക്കാം, അതിന് ശേഷമാണ് ബാക്കി തയ്യാറെടുപ്പുകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഉള്ളി വറുത്തെടുക്കാം, പിന്നെ അരിയും കുതിരാനിടാം. ചീക്കുട്ട, അരി എടുത്തതിലിട്ട് അരി കഴുകുക, 2 കൈ കൊണ്ടും പിടിക്കുക. ഇനി വെള്ളം ഒഴിക്കുക, കുറച്ച് വെള്ളം ഒഴിക്കുക, അരി കഴുകുക. കഴുകുക, അരി കഴുകുക. അരി കഴുകുക സിജു, അങ്ങനെ തന്നെ കഴുകുക. ബിരിയാണിയൊക്കെ ആയിട്ട് മണം നോക്കാം. സിജിക്കുട്ട, എണ്ണ ഒഴിക്കേ. ചിക്കൻ എന്നൊക്കെ പറഞ്ഞാൽ സിജിക്കുട്ടിക്ക് പിന്നെ സന്തോഷമാണ്. ആദ്യം ഒന്ന് ഉണ്ടാക്കി കിട്ടണം. സിജിക്കുട്ട, ഉള്ളിയിട് സിജിക്കുട്ട. ഉള്ളി വറുത്തെടുക്കാം കേട്ടാ. ആവി വരുമ്പോൾ സിജിക്കുട്ടി ഇതിലിങ്ങനെ പിടിക്കും. ഇളക്ക് സിജിക്കുട്ട. ഗോൾഡൻ നിറം വരുന്ന വരെ ഇളക്കണം കേട്ടോ സിജ. ഗോൾഡൻ നിറമായി നമുക്ക് വാരിയെടുക്കാം. സിജിക്കുട്ട, വാരിയെടുക്ക്. അത് ഇതിന് പോകാൻ പറ്റില്ല. അങ്ങനെ കളയാം, അതിൻ്റെ കാര്യം നോക്കണ്ട, അതൊക്കെ എടുത്തിട്ട്. മതി. അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കുക സിജിക്കുട്ട. സിജിക്കുട്ട, മുന്തിരി എടുത്തിട്ട് അങ്ങനെ ഇളക്ക് ഇളക്ക്, ഇല്ലെങ്കിൽ കരിയും. ഇളക്കി തീ ഓഫാക്കി വാരി ഇടണം, അല്ലെങ്കിൽ കരിയും. കാടന്നെ ഓരോരുന്നായിട്ട് എടുത്തിട്ട് കാടന്നയിൽ ചേർക്ക്. കാട ചേർത്തില്ല. ഇനി തക്കാളി ഇടിച്ചു. തക്കാളി ഇട്ടില്ല. തൈര് ഒഴുക്കി. ഉള്ളി വറുത്തത് ചേർക്ക്. ഇഞ്ചി പേസ്റ്റ് ചേർക്ക്. മല്ലി പേസ്റ്റ് സിജു ഓരോരുന്ന് ഇതിലെടുത്തിട്ടോ. പുതിന, മല്ലിയില സിജു ഓരോരുന്ന് എടുത്തിട്ടോ. അതിൽ ഓരോന്ന് എടുത്തിട്ടോ. ഉപ്പ്, മുളക് ഇട്ടോ സിജു, മുളക്. പട്ട, കറാമ്പ്, ഏലക്കായ്, മുളക് പൊടി സിജു, മുളകിട്. മുളക്, മസാലപ്പൊടി, ഇത് മല്ലിപ്പൊടി കുറച്ച്. ഇനി ചെറുനാരങ്ങ നമുക്ക് പിഴിഞ്ഞൊഴിക്കാം കേട്ടാ. ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ശരി, ചരിച്ച് പിടിക്കുക, അപ്പോഴേ പിഴിയുക. ശരി, മതി. ഇളക്കിക്കുക, നന്നായി ഇളക്കണം സിജു. നന്നായി ഇളക്കിക്കുക. വറുത്ത എണ്ണയിൽ നിന്ന് 100 ഓയിൽ ഒഴിക്കുന്നുണ്ട്. സിജു, നന്നായി ഇതിൽ ഉപ്പും മുളകൊക്കെ പിടിച്ച് 1 മണിക്കൂർ വെക്കണം. നമ്മൾ 1 മണിക്കൂർ വെച്ച ശേഷമാണ് നമ്മളിനി ചട്ടിയിൽ ഇതിനെ ഇട്ട് പാകം ചെയ്യാൻ പോണത്. അപ്പം മസാല തേച്ച് 1 മണിക്കൂറായി. നമ്മൾക്കിനി ചട്ടിയിൽ നിറച്ച് വെക്കാം വേവിക്കാൻ. സിജു, വാരി ഇട്ടോ. വാരി എടുക്കുമ്പോൾ ഇതിൽ പിടിക്കും സിജുക്കുട്ട. ഇതിൽ പിടിക്കണം അങ്ങനെ. ഇതിൽ പിടിച്ചിട്ട് വാരി എടുക്ക്. എന്നിട്ട് അങ്ങനെ ഇട്. അങ്ങനെ തന്നെ. സിജിക്കുട്ടി നന്നായി ചെയ്യുന്നുണ്ട്. സിജിക്കുട്ടി ചിക്കൻ കാട മാത്രമാണ് എടുക്കുന്നത്, മസാലയൊന്നും എടുക്കണില്ല. അപ്പം മിക്സ് ചെയ്തൊക്കെ നമ്മൾ ഈ ചട്ടിയിൽ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനിയൊന്ന് അടുപ്പിൽ വെക്കാം, വേവിക്കാം. ചെറുതായിട്ടൊന്ന് വേവിക്കൽ. 1 മണിക്കൂർ കഴിഞ്ഞാണ് ചെറുതായിട്ടൊന്ന് വേവിക്കുക. എടുക്ക്. സിജിക്കുട്ട വെച്ച. വെച്ച നല്ല ചൂടുണ്ട്.
അവൻ്റെ ഞാൻ വാങ്ങിയത് കൊണ്ട് രക്ഷപ്പെട്ടു. ആ ശരി ശരി, ഉള്ളിൽ കൊണ്ടിട്ട് കത്തട്ടെ. ഇനി ഒന്നും കൂടി എടുത്തിട്ട് ആ ആ ആ ഒന്ന് ആ മതി. ആ സിജി ഇട്, തീ കത്തിക്ക്. ആ ഇട്ടോ. ആ സിജി ചൂട് കൊണ്ടുപോകാറില്ല ഓടി. ആ ശരി, വെക്കാം, അങ്ങോട്ട് വെക്കാം. അരി വേവിക്കുക. അപ്പം നമ്മൾക്ക് കുതിർത്ത് വെച്ച അരി വേവിക്കുക. സിജിക്കുട്ട വെള്ളം ഒഴുക്കി വെള്ളം തിളപ്പിക്കുക. ആ ആ ഇപ്പം 2 ഇവിടെയുള്ള ഇലയാണ് ഇത്. സ്മെല്ലുള്ള ഒരു ഇലയാണ്. ചോറിനൊക്കെ ഇടുമ്പോൾ നല്ല മണം ഉണ്ടാവും. പിന്നെ പട്ട, കറാമ്പു, ഏലക്കായി, ഒരു സ്റ്റാർ. ആ ഒരു 35 ഗ്രാം ഉപ്പുണ്ട്. അത് പറഞ്ഞാൽ നന്നായി ഉപ്പിക്കണം വെള്ളം, എന്നാലാണ് അരിയിൽ പിടിക്കുകയുള്ളൂ. വെള്ളം നന്നായി തിളച്ചു. അപ്പോൾ കഴുകി വാരി വെച്ച ഒരു 3/4 മണിക്കൂർ കഴുകി വാരി വെച്ച അരി നമുക്കിതിലിടാം. തീ കൊളുത്തിട്ട് വെച്ചേ. ഇതാ റെഡി ആയിട്ടുണ്ട്, തിളച്ചിട്ടുണ്ട്. കാടയൊക്കെ ഒരുവിധം വെന്തിട്ടുണ്ട്, 1/4 ഭാഗം വെന്തിട്ടുണ്ട്. നമുക്കിനി അരി നിറയ്ക്കാൻ എടുക്കാം. അത് ഇതെടുത്ത് ഇവിടെ വയ്ക്കുക. ആ ഇളക്കി ചിരിക്കുക. പാകമായി നോക്കുക, ചോറ് പാകമായി നോക്ക്. ആ ചോറൊക്കെ റെഡിയിൽ വെന്തിട്ടുണ്ട്. ഇതാ ആ ഒരുവിധം വെന്ത്. ഇനി ദമ്മിലിട്ടാൽ കറക്റ്റായി. ഈ ഇലയെടുത്ത് കളയാം. ഇനി അതിൻ്റെ ആവശ്യമില്ല. സിജിക്കുട്ട മാമി ഒഴിക്കാം. സിജിക്കുട്ട ഇതാ, സിജിക്കുട്ടനിക്ക് കൊണ്ട് ഈ പണിയും ചെയ്യിപ്പിക്കാൻ പറ്റില്ല. വെള്ളവും ഒക്കെ മേലെ വീണ ബുദ്ധിമുട്ട്. എന്തോ ഒരു 3/4 വേവായി, 1/4 വേവായി നമ്മത് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതാ നമ്മളിനി ഇത് ഈ പാത്രത്തേക്ക് മാറ്റാൻ പോകുന്നു, വാരിയിടാൻ. ഇതാ നല്ല ചൂടാണ്, നല്ല മണമുണ്ട് സിജിക്കുട്ട. ഇതാ സിജു മണം നോക്കുന്നുണ്ട്, നല്ല മണം വന്നു. അതാണ് സിജിക്കുട്ടിക്കുന്ന ചൂടുണ്ടാവും. സിജിക്കുട്ട തീ ചൂടാറട്ടെ. അപ്പം നമുക്കാട പകുതി വന്നതും ചോറ് പകുതി വന്നതും ഈ പാത്രത്തിൽ, ഈ ചട്ടിയിൽ ലെയറായിട്ടാണ് ഇടുക. എന്നിട്ടാണ് ദമ്മിടുക. അപ്പം നമുക്ക് ലെയറായിട്ട് ഇതിൽ വെക്കാം, എല്ലാം വെക്കാം. ആദ്യം കുറച്ച് കറി കാട വാരിയിട്ട് സിജിക്കുട്ട ഇതങ്ങനെ വാരിയിട്ട് ഇതാ ഇങ്ങനെ ഇടണം. കാട ഇങ്ങനെ ഇട്ടില്ലേ, ഇനി ഒരു കാടയും കൂടി ഇതാ. കാടയും മസാലയും എടുത്തിട്ട് കുറച്ച് ചോറ് എടുത്തിട്ട് ഇതിൽ ഉള്ളി വറുത്ത് കുറച്ച് വാരിയിട്, കൈ കൊണ്ട് വാരിയിട്. ആ ഇതിനുള്ളിലൊരു സീറ്റ് വായിരിക്കില്ല നോക്കണ്. ആ മതി, അവനെടുത്ത് നിന്നാണ് അവന്. ആ ശരി, മതി. ആ ഉപ്പ് നോക്കട്ടെ. ഇനി ഇത് വാരിയിടിച്ചിക്കൂട്ട സോയാബീൻ. ആ അത് ചോറിട്ട് കുറച്ച് എല്ലാം ഇട്ടോ, ചോറൊക്കെ ഇട്ടോ. ആ ഇതാ ഒരു സ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നുണ്ട് ഏറ്റവും മുകളിൽ. അപ്പോൾ ഇതൊക്കെ ചൂട് വരുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് വരും. ഇതാ കിട്ടാൻ കുറച്ച് മഞ്ഞപ്പൊടി വെള്ളം ചേർക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. അലുമിനിയം ഫോയിലും കൊണ്ട് മൂടാം. ഇപ്പോൾ നമ്മൾ അലുമിനിയം ഫോയിലൊക്കെ വെച്ച് അടച്ച് വെച്ചു. ദമ്മിടാൻ പോകുന്നു. ഇനി നമ്മൾ ദമ്മിടാൻ പോകുന്നു. ഒരു 15 മിനിറ്റ് നേരം ദമ്മ്. ആ ശരിക്കട്ടെ, കത്തിന് കണ്ട 15 മിനിറ്റ്. ചപ്പും ചവറൊക്കെ ഇട്ടിട്ടാണ് കത്തിക്കല്. കടകടകടോ സൗണ്ട് ഉണ്ട്, ഉത്സവത്തിന് പൊട്ടണ മാതിരി. അപ്പോൾ തീയൊക്കെ ഇത് കെട്ട് കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് ദമ്മ് വയ്ക്കും. അതോടെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് എടുക്കുക തന്നെ. നോക്ക് കള്ളൻ ചിരിക്കണ കണ്ടില്ലേ. ഇത് ആവി പറന്നുകൊണ്ടിരിക്കണു. 20 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾക്കിനി എടുക്കാം. കുട്ടിക്ക് കാടക്കോഴിൻ്റെ ചട്ടി ബിരിയാണി ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കേണ്ടതാ. ശിജിക്കുട്ടിക്ക് ഇപ്പോൾ സന്തോഷം വന്നിട്ട് പൊരിച്ചലായിട്ടിരിക്കുകയാണ് കഴിക്കാൻ. ശിജിക്കുട്ട ബിരിയാണി നല്ല ചൂടാണ്. ഇതാ ശിജിക്കുട്ട ഇതാ അടിപൊളിയായിട്ട് ബിരിയാണി. നീ മാമി എടുത്ത് തരാ. മാമാക്ക് നേരെ അതൊന്ന് പൊക്കിയെടുക്കാൻ കിട്ടണില്ല, അതാണ് ഇങ്ങനെ ചെയ്യണത്. ആ ശിജിക്കുട്ടതാ. ഇതാ ശിജിക്കുട്ട കാട ശിജിക്കുട്ട നന്നായി വെന്തിട്ടുണ്ട്. ശിജിക്കുട്ട നോക്ക്, ഇതാ കാടിൻ്റെ കാല് മാത്രമായി ഒക്കെ വിട്ട് വന്നതാ. മാമാക്ക് ചുക്കില്ലാത്ത ഭാഗം മാമാക്ക്. എന്നാ മാമ തരാം.
മാമ തരാം ആ ബിരിയാണി സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ബൈ പറ. ആ